അതെ, ഓണത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി ഇയറിംഗ് ചെയ്താലോ? വളരെ എളുപ്പമാണ്. 2 കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, വലുതും ചെറുതും. പിന്നെ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്, പേൾ ചെയിൻ. ഇത് പേൾ ചെയിനാണ്, ഇത് ബോൾ ചെയിൻ. പിന്നെ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഐ പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മുടെ ബീഡ്സ് വയ്ക്കുക. ആദ്യം ചെറുത് വെക്കുന്നത് നമ്മുടെ ഇയർ സ്റ്റഡ് ചെയ്യാനാണ്. സ്റ്റഡും ഹാങ്ങിങ് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റഡ് ചെയ്യുന്നു. അതിലേക്ക് വയ്ക്കുക ഒരു റൗണ്ട്. ഓരോ ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ലെയർ ഞാൻ അതേം ബോൾ ചെയിൻ കൊടുക്കുന്നു. അത് കട്ട് ചെയ്യുക, മാറ്റുക. അടുത്ത് പേൾ ചെയിൻ കൊടുക്കുക, വീണ്ടും ബോൾ ചെയിൻ കൊടുക്കുക. നമുക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയർ നമുക്ക് സ്റ്റഡിൻ്റെ വലിപ്പം നമുക്കിഷ്ടം തീരുമാനിക്കാം. നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുത് വയ്ക്കാം, വലുത് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കൂട്ടാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. അടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പേൾ ചെയിൻ കൊടുക്കാം. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അവിടേക്ക് ബോൾ ചെയിൻ കൊടുക്കുക. വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഒത്തിരി മെനക്കെട്ടിരുന്ന് സമയമെടുത്ത് ചെയ്യേണ്ടതല്ല. ഇത് വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഓരോ റൗണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്ന മുത്തോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, കട്ട് ചെയ്ത് മാറ്റി ഇത്. ഇനി അടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക, വീണ്ടും ബോൾ ചെയിൻ കൊടുക്കുക. ബോൾ ചെയിൻ 2 തരത്തിലുണ്ട്. ഒരു ആൻറ്റിക് ഷെയ്ഡും ഉണ്ട്, ഗോൾഡും ഉണ്ട്. ഞാനിവിടെ ഒരു ആൻറ്റിക് ഷെയ്ഡിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അതനുസരിച്ച് മാറ്റാം. നമുക്കിങ്ങനെ ഓരോ ലെയറായിട്ടും കിട്ടും, ഒരു സെറ്റായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ലെയർ എനിക്ക് തോന്നുന്നു 10-12 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാം കേട്ടോ. കണ്ടോ, ഇനി അടുത്ത് ഞാൻ ഹാങ്ങിങ് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ 2 സൈസിലുള്ള ഹാഫ് കട്ട് ബീഡ്സാണ് എടുത്തത്. കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് താഴെ കൊടുക്കുന്നത് ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട്. ഹാങ്ങിങ്ങിൽ അതിലേക്ക് വെച്ചു ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം ബോൾ ചെയ്യും. അത് കട്ട് ചെയ്ത് മാറ്റിയ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേൾ ചെയിനൊക്കെ കട്ട് ചെയ്യുന്ന അത്രത്തോളം എളുപ്പത്തിൽ കട്ട് ചെയ്യും, കുറച്ചുകൂടെ ബലം ഉണ്ടാവും. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്യണം നമ്മൾ. അടുത്ത് വീണ്ടും പേൾ ചെയിൻ കൊടുക്കുക. ഹാങ്ങിങ്ങും അതുപോലെ തന്നെയാണ്. നമുക്ക് എത്രത്തോളം വലിപ്പം വേണം, നമുക്ക് കുറച്ച് കൂടുതൽ വലിപ്പം വേണമെങ്കിൽ അതിൻ്റെ ലെയറിൻ്റെ എണ്ണം കൂട്ടുക. വീണ്ടും ഗോൾഡ്, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പേൾ ചെയിൻ കൊടുക്കുക, ബോൾ ചെയിൻ കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ഇത് കൂട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പേൾ ചെയിൻ കൊടുത്തു. പേൾ ചെയിൻ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ബോൾ ചെയിൻ കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത്രയും എളുപ്പമാണെന്ന് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് പറയുന്നു, നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഗ്ലൂ ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറ്. കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഇനിയും നമുക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലെയർ, അടുത്ത ഒരു ലെയർ എന്താ പറയുക, പേൾ ചെയിൻ കൊടുക്കുന്നു. ഇനി അടുത്തൊരു ചെയിൻ, ബോൾ ചെയിൻ കൊടുക്കാം. ഇനി അതിലും വലിപ്പം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെയറിൻ്റെ കൗണ്ട് കൂട്ടാം. അത് കാരണം ഒരു കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ വന്നാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഫിനിഷായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പൊതുവേ. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നമ്മൾ ചുറ്റി എടുക്കാൻ നിനക്ക് എടുക്കുന്ന ഒരു സമയമേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി മണിക്കൂറുകളൊന്നും മെനക്കെട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. അവസാനം ലാസ്റ്റ് ഞാനൊരു ലെയറായിട്ട് ബോൾ ചെയിൻ കൂടെ കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പിൽ നമുക്കൊരു വലിപ്പമുണ്ട് കേട്ടോ. തീരെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൗണ്ട് കൂട്ടിയാൽ മതി. ഇത് വെച്ചിട്ട്, ഇതിൻ്റെ ചെറുത് വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ക്ലിപ്പൊക്കെ ചെയ്യാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇടാം. നിങ്ങൾക്കപ്പോൾ ചെയ്യാമല്ലോ. എല്ലാവരും സ്വന്തമായിട്ട് ഓണത്തിന് ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്ത് മാച്ചിനൊക്കെ ഇടണം, എന്നിട്ട് വീഡിയോ ഒക്കെ ഇടണം നിങ്ങൾ. കണ്ടില്ലേ, അപ്പോൾ അത് ഞാൻ ചെയ്തു, കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത് ഇതുപോലെ കുറച്ച് പേളും ബീഡും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബീഡ്സ്. ഇത് നമ്മുടെ ഐ പിന്നാണ്. ഇത് ഫ്യൂസ് ടാഗാണ്. ഫ്യൂസ് ടാഗ് എടുക്കുക. കണ്ട, ഫ്യൂസ് ടാഗിൻ്റെ ഒരു എഡ്ജ് കുറച്ച് എന്താ പറയുക, ഒരു ബഡ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു ബീഡ് ഇട്ടാൽ അത് ഇളകി വരത്തില്ല അതിലൊന്ന്. കണ്ടോ, ഇത് അകത്തേക്ക് കൊടുക്കുക, അത് നിൽക്കും അതിൽ. ഇനി അടുത്ത് നമ്മളുടെ ഐ പിന്നിലേക്ക് അകത്തേക്ക് കൊടുത്ത് അതിനെങ്ങനെ ചുറ്റിയെടുക്കാം. ഇതുപോലെ ചുറ്റുമ്പോൾ നല്ല ഹാങ്ങിങ് ആയിട്ട് അതിങ്ങനെ ഇത് ചെയ്യും. കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വലിപ്പം, ഞാൻ അത്രത്തോളം വലിപ്പം യൂസ് ചെയ്യില്ല കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണ് കമ്മൽ. അപ്പോൾ ഞാൻ അത്രത്തോളം വലിപ്പം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഹാങ്ങിങ് കുറച്ച് ചെറുത് കൊടുത്ത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ മുത്ത് വേണമെങ്കിൽ വലിയ മുത്തിട്ട് ചെയ്തോളാം.
കണ്ടോ ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് വീണ്ടും അടുത്ത് ഗോൾഡ്. ഞാൻ രണ്ടും ആ ഒരു ഗോൾഡും ഈ ശരിക്കും ഗോൾഡല്ല, ഒരു എന്താ പറയുക ആൻറ്റിക് ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര മുത്ത് നമ്മൾ കൊടുക്കുന്നു എന്ന് നോക്കി അത്രയും നമ്മളൊന്ന് ഒരു ആ സ്റ്റെപ്പിൽ തന്നെ ചെയ്തെടുക്കുക. കണ്ടില്ലേ ചെയ്തെടുത്ത. ഇനി ഇത്രയും ഞാൻ ഇത്രയും ആവശ്യത്തിന് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി വലിപ്പം വേണ്ട, ഏകദേശം ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുക എല്ലാം. കണ്ടോ, ഇത് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഹാങ്ങിങ്സ് ഈ ഒരു ലെങ്തിൽ മാത്രമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഹാങ്ങിങ് എടുത്തു, നമ്മുടെ ഇതാണ് ലോവർ പാർട്ട്, അതെടുത്ത് അതിൻ്റെ പുറകിലേക്ക് നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. കണ്ടോ, ഒരു സെൻറ്ററിൽ നിന്ന് രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് താഴോട്ട്. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമ്മളിവിടെ ഇങ്ങനെ പറക്കി ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, തുടച്ച് കളഞ്ഞിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് തിരിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എല്ലാം ഇങ്ങനെ ഇളകി വരും, നമുക്ക് അവസാനം വട്ടാവും കേട്ടോ ചെയ്യുമ്പോൾ. ഈ ഒരു സാധനം മാത്രമാണ് ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ടത്, കാരണം ഈ ഗ്ലൂ കയ്യിലായി കഴിഞ്ഞാൽ പണിയാണ്. ഗ്യാപ്പ് വിട്ട് കൊടുക്കണം, കാരണം 2 ബീഡ്സിൻ്റെ ഒരു ഗ്യാപ്പ് അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. അതൊക്കെ ഒത്തിരി റേറ്റ് ഉണ്ടാവും. ഇതൊക്കെ അല്ലാതെ നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വെച്ച് കൊടുത്ത് നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ട് അത്രയും ഹാങ്ങിങ്സ് നമ്മൾ ഒരുമിച്ച് ചെയ്തെടുക്കുക. ഐപ്പിന്നിൽ കണക്ട് ചെയ്ത് ചെയ്യാം. ഇനി അടുത്ത് എന്താ പറയുക, ഒരു ഐപ്പിൻ കട്ട് ചെയ്തിട്ട് നമുക്കത് ഹാങ്ങിങ്ങിൻ്റെ മേളിൽ നമുക്ക് രണ്ടും തമ്മിൽ മേലത്തതും താഴത്തതും നമ്മുടെ സ്റ്റഡും ഹാങ്ങിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അത് ഒരുമിച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ബാക്കിൽ നന്നായിട്ട് ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ ഇതുപോലെ ഐപ്പിൻ കട്ട് ചെയ്ത് ഈ ഒരു ലെങ്തിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്ത് വെക്കുക ഇതുപോലെ. എന്നിട്ട് പുറകിൽ വാക്സ് സ്ട്രിപ്പ് ഒരു കറക്റ്റ് ആവും ഇതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ബാക്കിലങ്ങ് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഹാങ്ങിങ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യുക. നമുക്ക് മേലത്തെ സ്റ്റഡ് പാർട്ടും ഇതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ. എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അത് കറക്റ്റ് ആ ഒരു ഷേപ്പിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ സ്റ്റഡ് എടുത്തു, അതിൻ്റെ പുറകിലേക്ക് നമുക്ക് ബാക്ക് സ്റ്റഡും ഒരു ഐപ്പിൻ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു, ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിലേക്ക് നമ്മുടെ സ്റ്റഡ് ബാക്ക് സ്റ്റഡ് ഐപ്പിൻ വെച്ചു, ഐപ്പിൻ തൊട്ട് മേലിൽ നമ്മുടെ ബാക്ക് സ്റ്റഡ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട്. അതിനുശേഷം ഇനി രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് ജസ്റ്റ് ആ ഒരു ഇതില്ലേ ഐപ്പിൻ നന്നായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ. ഇനി ആ ഐപ്പിൻ നമ്മുടെ പ്ലെയർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യപ്പെടാം. ഡ്രൈ ആയിട്ട് എടുക്കുക, ഡ്രൈ ആയിട്ട് അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇളകി വരും. ഒരു 5 മിനിറ്റ് ഡ്രൈ ആകാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് പരസ്പരം തമ്മിൽ അറ്റാച്ച് ചെയ്യുക. നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് നമുക്കിതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തല്ലേ, ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.